Good afternoon. Good afternoon, ma'am. Good afternoon.
ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. Next, personal management versus human resource management. Personal management versus human resource management. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് കോൺസെപ്റ്റ് ആണ് അല്ലെ? അതിന്റെ ഒന്ന് റിവേർഷൻ ആണ് എന്ത്? ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എടുത്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് അല്ലേ? ഈ ബോക്സ് എടുത്തിട്ടില്ലല്ലോ? Yes. Yes, personal management is a traditional way of managing employees. ഒരു തന്നില്ലേ അത്? ഡെഫിനിഷൻ തന്നിരുന്നോ? യെസ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കാം. നമുക്കറിയാലോ ഇതൊരു ട്രഡീഷണൽ വേ ഓഫ് മാനേജിങ് എംപ്ലോയീസ് ആണ് അല്ലെ? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്, ന്യൂ അപ്രോച്ചസ് ആണത്. മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. പേഴ്സണൽ മാനേജ്മെന്റിൽ എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ്. HRM എങ്ങനെയാണ്? കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടുത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് മെഷീനറി ഓപ്പറേറ്റേഴ്സ് ആണ് അവിടുത്തെ കൺസേൺ ചെയ്യുന്നത്. HRM എങ്ങനെയാണ്? കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. ദെൻ ഇവിടെ ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് വരുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻ. മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. HRM എങ്ങനെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് അല്ലെ? തൊഴിലാളികള് എംപ്ലോയീസ് തമ്മിലാണ് എന്താ റിലേഷൻഷിപ്പ് HRM വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ദെൻ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിൽ എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ഇവിടെ എങ്ങനെയാണ്? ലോവർ ലെവൽ സ്റ്റാഫുകളിലാണ് മാനേജ് ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. ഇവിടെ എങ്ങനെയാണ്? HRM എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്. എല്ലാ ലെവലിലുള്ള സ്റ്റാഫുകളെയും മാനേജ് ചെയ്യുന്നത് HRM ലാണ്. മറ്റേത് എങ്ങനെയാണ്? ലോ ലെവലിലുള്ള സ്റ്റാഫുകളെയാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ മാനേജ് ചെയ്യുന്നത്. Then personal management is a oldest concept അല്ലെ? ഇതൊരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്, ഇതൊരു പഴയ ആശയമാണ് എന്ത്? പേഴ്സണൽ മാനേജ്മെന്റ്. Then HRM എന്താണ്? ലേറ്റസ്റ്റ് കോൺസെപ്റ്റ്. ഇതൊരു പുതിയ ആശയമാണ് എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണത്? പേഴ്സണൽ മാനേജ്മെന്റിലാണ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. HRM എങ്ങനെയാണ്? കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഹെഡ് ഉണ്ടാവും അല്ലെ? ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഹെഡ് ഓഫ് ദ പൊസിഷനിലെ ഒരു പൊസിഷൻ ഉണ്ടായിരിക്കും. അവരാണ് ഡിസിഷൻസിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. മാനേജ്മെന്റും ട്രേഡ് യൂണിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഇതിലുള്ളത്? പേഴ്സണൽ മാനേജ്മെന്റിലുള്ളത്. HRM എങ്ങനെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ അല്ലെ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്.
എങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഴ്സണൽ മാനേജ്മെന്റില് മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്, മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. HRM-ലോ മാനേജ്മെന്റ് ഓഫ് HRM-ൽ എങ്ങനെയാണ്? all level of staff, management of all level of staffs. Then PM എന്ന് പറയുന്നത് എന്ത് തരം കോൺസെപ്റ്റ് ആണ്? ഓൾഡ് കോൺസെപ്റ്റ്. HRM ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. HRM ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ 2-3 ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആണോ? ഈ ബോക്സ് ക്ലിയർ ആണോ? നോക്കി, ഇവിടെ 2-3 ഡെഫിനീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3-മത്തെ ഡെഫിനീഷൻസ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഈ 3-മത്തെ ഡെഫിനീഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് ബാക്കി 2-3 പേര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പീനിയൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതില് ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റിനെ തന്നെ 3 ഡിവൈഡ് ചെയ്ത് 3 ഒപ്പീനിയൻസിൽ ഡിഫൈൻ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് 3-മത്തെ പോയിന്റ് ആണ്, 3-മത്തെ ഒപ്പീനിയൻ ആണ്. ഡൺ ആൻഡ് സ്റ്റീഫന്റെ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നമുക്ക് പറഞ്ഞു പോവാം. Personal management is that stage of management which carries out the effective control and use of manpower as distinguished from other source of power. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? Is that the stage of management which carries out effective control and use of manpower. അല്ലേ? മാൻപവർ എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്, മാനേജ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ? അതായത് മാൻപവർ നിയന്ത്രിക്കാൻ കഴിയുക, എഫക്റ്റീവ് കൺട്രോൾ, മാൻപവർ നിയന്ത്രിക്കാൻ കഴിയുന്നതിനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനേഷൻസിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എഫക്റ്റീവ് കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മാൻപവർ. അല്ലെ? മറ്റ് അധികാര സേവനങ്ങളിൽ നിന്നൊക്കെ മനുഷ്യരാശിയെ അല്ലെങ്കിൽ മനുഷ്യരെ എന്താണ് നിയന്ത്രിക്കാൻ, മനുഷ്യന്റെ നിയന്ത്രണം, മാൻപവർ നിയന്ത്രിക്കാൻ കഴിയുന്നതിനെയാണ് എന്ത്? മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോക്കിപ്പോയാൽ മതി. എഡ്വാർഡ് ഫിലിപ്പ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and separation of human resources to the individual. Organization and social objectives, societal objectives are fulfilled. എഡ്വാർഡ് ഫിലിപ്പ് പേഴ്സണൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടും, അല്ലെ? വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എങ്ങനെയാണ് പേഴ്സൺ മാനേജ് ചെയ്യുന്നത്? അതിനൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കും, ഓർഗനൈസ്ഡ് ആയിരിക്കും, അതിന് വ്യക്തമായ ഡയറക്ഷൻസും കൺട്രോളിങ്ങും നിയമാവലികളുണ്ട്, അല്ലെ? കറക്റ്റ് ആയിട്ട് അത് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെയാണ് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അതിന്റെ നയപരമായ വശങ്ങളൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടും ആവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻസുകൾ നൽകി, അതായത് നഷ്ടപരിഹാരം. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ എന്താണ്? നഷ്ടമൊക്കെ സംഭവിക്കുക, അപ്പൊ അതിനുള്ള കോമ്പൻസേഷൻ ഒക്കെ എംപ്ലോയീസിന് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്? ഇന്റർഗ്രേഷൻ, സംയോജിപ്പിച്ചുകൊണ്ട്. മെയിന്റനൻസ് ആൻഡ് സെപ്പറേഷൻ, എന്താണ്? മെയിന്റനൻസ് ആൻഡ് സെപ്പറേഷൻ പരിപാലിച്ചുകൊണ്ട്, അല്ലെ? നല്ല രീതിയിൽ പരിപാലിച്ചു കൊണ്ടിട്ട് ഹ്യൂമൻ റിസോഴ്സസിനെ, ഓരോ ഇൻഡിവിജ്വലിനെയും, അതായത് ഒരു വ്യക്തിയെ, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് നടക്കുന്ന സമയത്ത് എന്താണ്? വ്യക്തമായ പ്ലാനിങ് ഉണ്ടാകും, അത് ഓർഗനൈസ്ഡ് ആയിരിക്കും, നല്ല കൃത്യമായ ഡയറക്ഷൻസും റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഉണ്ടായിരിക്കും. then maintenance and separation of human resources. ഇത്രയും കാര്യങ്ങളിൽ ഉണ്ടാവുന്ന കൺട്രോളിനെയാണ് അദ്ദേഹം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത്. ഓക്കെ,
ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് അദ്ദേഹം പേഴ്സണൽ മാനേജ്മെന്റ് എന്ന രീതിയിൽ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെയാണ് ഡൺ ആൻഡ് സ്റ്റീഫന്റെ. ഡൺ ആൻഡ് സ്റ്റീഫൻ ഇത് രണ്ട് വ്യക്തികളാണ് കേട്ടോ. രണ്ട് വ്യക്തികളുടെ ഒപ്പീനിയൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഡെഫിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പേഴ്സണൽ മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാട്ടോ. The personal management is the process of attracting, holding and motivating people that involves all managers, line and staff. എന്താണ് ഡൺ ആൻഡ് സ്റ്റീഫൻ പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രോസസ്. അതൊരു പ്രോസസ് ആണ് അല്ലെ? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ് അല്ലെ? അത് എങ്ങനെയാണ്? അട്രാക്ടിങ്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ. എന്താണ്? അട്രാക്ട് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിലെ ഒരു പേഴ്സണെ, ഒരു എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു, മോട്ടിവേറ്റ് ചെയ്ത് വെക്കുന്നു. ഇതെങ്ങനെയായിരിക്കാം? അപ്പൊ ആ മൂന്ന് ടേംസുകളും അട്രാക്ട്, ഹോൾഡ്, മോട്ടിവേഷൻ എന്നീ മൂന്ന് ടേംസുകളും നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് എന്താണ്? അട്രാക്ടിങ് പീപ്പിൾ ബൈ ഓഫറിംഗ് suitable monetary and non-monetary rewards. അട്രാക്ടിങ് പീപ്പിൾ എന്തായിരിക്കും? അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ അല്ലെ, ഒരു ജോലി സ്ഥലത്തേക്ക് നമ്മള് എംപ്ലോയീസിനെ ആകർഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലെ, അട്രാക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്തൊക്കെയാണ്? ബൈ ഓഫറിംഗ് suitable monetary and non-monetary rewards. എന്താണ് മോണിറ്ററി ഓഫേഴ്സ് എന്ന് പറഞ്ഞാല്? ഏതെങ്കിലും തരത്തിൽ ലോൺസുകൾ പ്രൊവൈഡ് ചെയ്യാം, ക്യാഷുകൾ കൊടുക്കാം, അതുപോലെ തന്നെ മറ്റ് അതർ ക്രെഡിറ്റ്സുകൾ അല്ലെ, മറ്റ് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് അല്ലെ, അട്രാക്ട് ഒരു ജോലി സ്ഥലത്തേക്ക് എംപ്ലോയീസിനെ ആകർഷിക്കുന്ന തരത്തിൽ കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് എന്താണ് ആൾക്കാരെ, എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള മോണിറ്ററി റിവാർഡ്സുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നോൺ മോണിറ്ററി റിവാർഡ്സ് എന്തൊക്കെയാണ്? ഇൻസെന്റീവ്സ്, ബോണസ്, PF അതൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്? ഫുഡ് അലവൻസ്, വെഹിക്കിൾ അലവൻസുകള്, അതൊക്കെ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് അട്രാക്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ, ആ എംപ്ലോയീസ് അവിടെ ജോലി ചെയ്യാൻ വരാനായിട്ട് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അട്രാക്ടിങ് ആയിട്ടുള്ള റിവാർഡ്സുകൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ നമ്മളെല്ലായിടത്തും ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് എന്താണ് അഡീഷണൽ ആയിട്ടുണ്ടെന്നല്ലേ? എന്തൊക്കെ ഇൻസെന്റീവ്സ് കിട്ടോ, ബോണസ് ഉണ്ടായിരിക്കോ, പിന്നെന്താണ് ESI ഉണ്ടായിരിക്കോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കും പോണത്. നമുക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നവർക്ക് മാത്രമേ നമ്മള് ജോലിക്ക് പോവുകയുള്ളൂ അല്ലെ? മനസ്സിലായോ അത് അട്രാക്ടിങ് പീപ്പിൾ എന്താണെന്ന്? ഇത്തരത്തില് ലോൺസുകളും അതുപോലെ ഇൻസെന്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ആൾക്കാർ അവിടെ ജോയിൻ ചെയ്യും അല്ലെ, എംപ്ലോയീസ് അവിടെ വരാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവിടെ ഒരുക്കുന്നത്. നെക്സ്റ്റ് ഹോൾഡിംഗ്. അടുത്ത സെന്റൻസ് എന്താണ്? ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ്. ഹോൾഡിംഗ് ഓൺ റീറ്റെയിനിങ്, ഹോൾഡ് ചെയ്ത് വെക്കുക. ബൈ ഇംപ്രൂവിംഗ് വർക്ക് എൻവയോൺമെന്റ്. ഒരു ഓർഗനൈസേഷനിലെ ഒരു ജോലി സ്ഥലത്ത് എംപ്ലോയീസിനെ എങ്ങനെ നമ്മൾക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും? എങ്ങനെ സാധിക്കും? ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ, വർക്കിന്റെ അന്തരീക്ഷം അല്ലെ, തൊഴിൽപരമായിട്ടുള്ള അന്തരീക്ഷം എന്താണ്? നല്ല വർക്കിംഗ് അന്തരീക്ഷം ഉണ്ടെങ്കിൽ അവരവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. നല്ല ഫെസിലിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവര് ആ എംപ്ലോയീസ് ആ ജോലി വിട്ട് പോകാതിരിക്കും അല്ലെ. അവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ളവർക്ക് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ, ഒരു താല്പര്യത്തോടെ അവര് വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നു. ഓക്കെ, ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയോൺമെന്റ്. നെക്സ്റ്റ് മോട്ടിവേറ്റിംഗ്. എങ്ങനെയൊക്കെ എംപ്ലോയീസിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാം? ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ് ആൻഡ് ഹ്യൂമൻ പോളിസി ടു ക്രിയേറ്റ് personal satisfaction to the employees. By following progressive practices and human policies. എന്താണ്? എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യാം? നമുക്ക് എങ്ങനെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം?
ജീവനക്കാർക്ക് എന്താണ് വ്യക്തിപരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ തൃപ്തികരമാകുന്ന രീതിയിലുള്ള എന്താണ് മോട്ടിവേഷൻസ് അല്ലെ, പുതിയ പോളിസീസ് ഒക്കെ കൊണ്ടുവരാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള, അതായത് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി കിട്ടുന്ന തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ സാലറിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യത്തിലൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് പോളിസീസ് ഒക്കെ കൊണ്ടുവന്ന് എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ എന്താണ് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. അപ്പോ ഈ ഡെഫിനേഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ആണ്. എങ്ങനെയാണ് ആ പ്രോസസ്സ് നടത്താൻ കഴിയുക? വരുന്ന എംപ്ലോയീസിനെ നമ്മൾ അട്രാക്ട് ചെയ്യിപ്പിക്കണം അല്ലെ, സൂട്ടബിൾ ആയിട്ടുള്ള മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സുകൾ കൊടുത്തിട്ട് അല്ലെ, ഇൻസെന്റീവ്സുകൾ അലവൻസസുകളൊക്കെ കൊടുത്തിട്ട് എന്താണ് അവിടെ എന്താണ് അട്രാക്ട് ചെയ്യിപ്പിക്കുക, അവരെ വരാനുള്ളൊരു അവർ ആ ജോലി സ്ഥാപനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു അട്രാക്ഷൻ കൊടുക്കുക. പിന്നെന്താണ് ഹോൾഡ് ചെയ്യുക, അവർക്ക് നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം, നല്ലൊരു തൊഴിൽപരമായ ഒരു അന്തരീക്ഷം വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ അവരെ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് സാധിക്കും. ദെൻ മോട്ടിവേഷൻ അല്ലെ, അവരുടെ ജീവനക്കാരുടെ എന്താണ് സംതൃപ്തി അനുസരിച്ച് ജീവനക്കാർക്ക് വ്യക്തിപരമായ സംതൃപ്തി കിട്ടുന്ന തരത്തില് അവർക്ക് പുതിയ തരത്തിലുള്ള ഫെസിലിറ്റീസ് പോളിസീസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് അവരാ സ്ഥാപനത്തിൽ നല്ല രീതിയിൽ തന്നെ സ്ഥാപനത്തിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ അവര് പ്രവർത്തിക്കുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായോ? അത് എന്താണ് സ്റ്റീഫൻ ഒപ്പീനിയൻ? ഈ ഡെഫിനിഷൻ ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്തത് പറയട്ടെ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. ഒരു പേഴ്സണൽ മാനേജറിന്റെ സവിശേഷതകളും ഗുണങ്ങളും എന്തൊക്കെയാണ്? Characteristics and qualities of a personal manager. നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? Personal manager must be a specialist in organization theory and likely be an effective advisor to top management in organizational matters, as well as being able to organize his own department. എന്താണ് ഒരു പേഴ്സണൽ മാനേജറുടെ പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അല്ലെ. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ തിയറി. ഓർഗനൈസേഷൻ തിയറിയിലെ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള, സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരിക്കും അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആര്? പേഴ്സണൽ മാനേജർ. അദ്ദേഹം ഒരു എഫക്റ്റീവ് അഡ്വൈസർ ആയിരിക്കും. ഇഫക്റ്റീവ് ആയിട്ടൊരു അഡ്വൈസർ ആണ്. ഇഫക്റ്റീവ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിലുള്ള അഡ്വൈസിങ് നൽകുന്ന, ഉപദേശങ്ങൾ നൽകുന്ന ഒരു ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ദെൻ പിന്നെന്താണ്, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ആര്? പേഴ്സണൽ മാനേജർ അഥവാ PM എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഓർഗനൈസേഷന്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും, എഫക്റ്റീവ് അഡ്വൈസർ ആയിരിക്കും, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസർ ആയിരിക്കും ആര്? ഒരു പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് എന്താണ് കൃത്യമായിട്ട് അഡ്വൈസ് നൽകാൻ കഴിയുന്ന തരത്തിൽ കെൽപ്പുള്ള ഒരു വ്യക്തിയായിരിക്കും ആര്? പേഴ്സണൽ മാനേജർ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റ്സിലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും അതിനുള്ള അഡ്വൈസസ് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? Okay, next, he should be real expertise in personal administration, knowledge of relevant laws, procedures and techniques. He should be real expertise in personal administration. എന്താണ് എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞാൽ? എക്സ്പെർട്ടൈസ് എന്താണ്?
എന്തിലൊക്കെയാണ് അദ്ദേഹം എക്സ്പേർട്ട് ആയിരിക്കേണ്ടത്? നോളജ് ഓഫ് റെലവെന്റ് ലോസ് അല്ലെ, പുതിയ ലോസിനെ കുറിച്ച്, പ്രധാനപ്പെട്ട ലോസ് ഏതൊക്കെയാണ്, നിയമങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, ടെക്നിക്സുകൾ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളും പ്രൊസീജിയേഴ്സ് ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്, റെലവെന്റ് ലോസിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിന് എന്താണ്, നോളജ് ഉണ്ടായിരിക്കും. ഓക്കെ. Then he should have an ample knowledge of behavioral science. He should have an ample knowledge of behavioral science. അദ്ദേഹത്തിന് ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് ധാരാളം അറിവുണ്ടായിരിക്കും. എന്താണ് ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാല്? നമ്മള് ഫസ്റ്റില് പറഞ്ഞല്ലേ, എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, എല്ലാവരും ഡൈനാമിക് നേച്ചറുള്ള പീപ്പിൾസ് ആണ് അല്ലെ, എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോ ഒരു ഓർഗനൈസേഷൻ, ഒരു പേഴ്സണൽ മാനേജർ എന്താണ്, അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയർ അല്ലെ, അവിടുത്തെ എംപ്ലോയീസിന്റെ ബിഹേവിയറിൽ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളായിരിക്കണം. അപ്പൊ ബിഹേവിയറൽ സയൻസ് എന്നൊരു ഭാഗം നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ബിഹേവിയറൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആണ് അല്ലെ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ബിഹേവിയറൽ സയൻസ് എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ത്? ബിഹേവിയറൽ സയൻസ് എന്ന് പറയുന്നത്. അത്തരത്തില് ബിഹേവിയറൽ സയൻസിനെ കുറിച്ചിട്ട് നല്ലൊരു നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അല്ലെ, ആവശ്യത്തിൽ കൂടുതൽ നോളജ് അല്ലെ, ആംപിൾ എന്ന് വെച്ചാൽ എന്താണ്? കൂടുതൽ, ധാരാളം നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഓക്കെ. യെസ്, മതിയായ അറിവ് അല്ലെ. He must have an acute sense of social justice and fully appreciative of the rights and interest of the men and women at work, as well as of the economic necessities of management. He must have an acute sense of social justice. അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്? പിന്നെ സാമൂഹ്യ നീതി ബോധം ഉണ്ടായിരിക്കും അല്ലെ, അദ്ദേഹത്തിന് സാമൂഹ്യ നീതി ബോധം ഉണ്ടായിരിക്കും. തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വുമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ അല്ലെ, അവർക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, അവരുടെ അവകാശങ്ങളെ കുറിച്ചും സാമൂഹ്യ നീതിയെ കുറിച്ചിട്ടും അദ്ദേഹം ബോധവാനായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ആസ് വെൽ ആസ് ഓഫ് ദ എക്കണോമിക് നെസസിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യങ്ങളും നിറവേറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവും ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജർക്ക് ഉണ്ടായിരിക്കണം. അക്യൂട്ട് സെൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, സാമൂഹ്യ നീതി ബോധം ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കണം. അതിന്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താണ്? സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളും അല്ലെ, അവരുടെ ഇക്കണോമിക് നെസസിറ്റീസ് ഒക്കെ മാനേജ് ചെയ്യാനും കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കണം PM എന്ന് പറയുന്നത്. ഓക്കെ. acute sense of social justice and rights and interests of the men and work at work and economic necessity of management. ഇത്രയും കാര്യങ്ങളിൽ അവബോധമുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. He should be capable of creative thinking. He should be capable of creative thinking. എന്താണ് ക്രിയേറ്റീവ് തിങ്കിങ്? നല്ല ചിന്താശേഷിയുള്ളവനായിരിക്കണം അല്ലെ, നന്നായി ചിന്തിക്കാൻ, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ എങ്ങനെ കൊണ്ടുപോകണം അല്ലെ, എന്തെല്ലാം മെത്തേഡ്സുകൾ, എന്തെല്ലാം സ്ട്രാറ്റജീസുകൾ അവൻ ഉൾപ്പെടുത്തണം,
എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായ പഠനങ്ങള് നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നല്ല ചിന്താശേഷിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം PM. He should be capable of creative thinking. ക്രിയേറ്റീവ് ആയിട്ട് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയുന്ന പേഴ്സൺ ആയിരിക്കണം. ഓക്കെ. He should have knowledge in problem solving techniques. He should have knowledge in problem solving techniques. എന്താണ് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നോളജ് ഉണ്ടായിരിക്കണം അല്ലെ. ഒരു പ്രശ്ന പരിഹാരം, പ്രോബ്ലം സോൾവിംഗ് എന്താണ്, ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതിന്റെ ടെക്നിക്സ്, പ്രശ്നത്തിന് അതെങ്ങനെ പരിഹരിക്കാം, അതിന്റെ ടെക്നിക്സുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം PM അല്ലെ. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പ്രോബ്ലം സോൾവിംഗ് ചെയ്യാനുള്ള ഒരു കെൽപ്പുള്ള ഒരു വ്യക്തി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. He should have knowledge in problem solving techniques. Okay, then he should be capable of leadership. He should be capable of leadership. എന്താണ്, നേതൃത്വ ശേഷി ഉള്ളവനായിരിക്കണം അല്ലെ. നേതൃത്വ ശേഷി, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കും. ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്താണ്, നല്ല നേതൃത്വം വഹിക്കുന്നതിലുള്ള ഒരു എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കും അല്ലെ. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം, എന്താണ്, പിന്നെ സ്റ്റേജ് പ്രസൻസ് ഉണ്ടായിരിക്കണം. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കണം. അങ്ങനെ എല്ലാത്തിലും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതിലേക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൂടെ അദ്ദേഹത്തിന് എന്താണ് ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. Okay, he should be capable of leadership. നേതൃത്വ ശേഷി ഉള്ള ഒരാളായിരിക്കണം. Okay, then he should be of friendly, tactful and approachable nature. He should be a friendly, tactful and approachable nature. എന്താണ്, സൗഹൃദപരമായും നയപരമായിട്ട് ഉള്ള സമീപനങ്ങളൊക്കെ സ്വീകരിക്കുന്ന ഒരാളായിരിക്കണം അല്ലെ. അവിടെ ഒരു ഓർഗനൈസേഷന് വളരെ ഫ്രണ്ട്ലി ആയിട്ടും എന്താണ് നയതന്ത്രപരമായിട്ടുമായിട്ടായിരിക്കണം അദ്ദേഹത്തിന്റെ നേച്ചർ ഉണ്ടാവേണ്ടത്. എംപ്ലോയീസിനോടും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളോടൊക്കെ അദ്ദേഹം എങ്ങനെയായിരിക്കണം, ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം അദ്ദേഹം കാണിക്കേണ്ടത്. Then he should have initiative and decision making ability. He should have initiative and decision making ability. എന്താണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു എബിലിറ്റി ഉള്ള പേഴ്സൺ അല്ലെ. ഓർഗനൈസേഷന്റെ എല്ലാ തീരുമാനങ്ങളും ഇനീഷ്യേറ്റീവ് എടുത്ത് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കാനുള്ള ഒരു കഴിവുള്ള പേഴ്സൺ ആയിരിക്കും. He should have initiative and decision making ability. Then he should be able to generate trust among his colleagues. He should be able to generate trust among his colleagues. പിന്നെ എങ്ങനെയാണ് ആളായിരിക്കണം, ഇങ്ങനെയുള്ള ആളായിരിക്കണം. ട്രസ്റ്റ് among his colleagues. colleagues ആരാണ്, കോവർക്കേഴ്സ് അല്ലെ, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെ. അവരിൽ എന്തുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലെ. ജോലി സ്ഥലത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ എന്തുണ്ടായിരിക്കും, നമുക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കും, വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ ആ ഒരു ഓഫീസിലെ പ്രവർത്തനങ്ങള് നല്ല ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ട്രസ്റ്റ് വിശ്വാസവചനം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ആ ഒരു സ്ഥാപനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് അല്ലെ. തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അതെങ്ങനെയാണ്, ചിലപ്പോൾ അവിടെ ഉള്ള മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ ഉള്ള കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസ് ആയിരിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ഥാപനത്തിന് മുഴുവൻ അതെന്താണ് കേടുവരാനുള്ള സ്ഥാപനത്തിന്റെ ഫുൾ
പേരും അച്ചീവ്മെന്റ്സ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ട്രസ്റ്റ് എന്നുള്ളത് കാര്യം എന്താണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് ആർക്കിടയില്, പേഴ്സണൽ മാനേജർക്കും മറ്റു കൊളീഗ്സിന്റെ ഇടയിലും ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. Okay. He should be ready to cooperate with the subordinate in times of difficulty. He should be ready to cooperate with the subordinate in times of difficulty. എന്താണ്, ആരാണ് സബോർഡിനേറ്റ്സ്? സബോർഡിനേറ്റ്സ് ആരാണ്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെ, താഴെയുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യുന്നവരാണ് സബോർഡിനേറ്റ്സ് അല്ലെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിന് എന്താണ്, കോപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ, സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മനോഭാവമായിരിക്കണം ആർക്കുണ്ടാവേണ്ടത്, പേഴ്സണൽ മാനേജർക്ക് ഉണ്ടാവേണ്ടത്. He should be ready to cooperate with the subordinate in times of difficulty. ഏതെങ്കിലും തരത്തിലുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ എന്താണ് സ്ഥാപനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു എന്താണ് ഡിസ്പ്യൂട്ടുകളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ സഹായിച്ച് പ്രവർത്തിക്കാനല്ലേ, കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആരാണ്? പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ. Next, he should be prompt enough to give them feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and established personal policies of the organization. എന്താണ്, അതായത് ഓർഗനൈസേഷന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ, വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളിൽ എന്താണ്, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീഡ്ബാക്കുകൾ അല്ലെ. ഫീഡ്ബാക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ടെങ്കിലൊക്കെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അല്ലെ. പേഴ്സണൽ മാറ്റേഴ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ വന്നു കഴിഞ്ഞാല് എന്താണ്, ആ പരിഹാരം അതൊക്കെ അതിന്റെ ഫീഡ്ബാക്ക് തിരഞ്ഞെടുക്കുകയും ആ പോളിസീസ് ഒക്കെ ഒന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ ലോസും പോളിസീസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ പോളിസീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആരാണ്? പേഴ്സണൽ മാനേജറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണത് അല്ലെ. ഏതെങ്കിലും തരത്തിൽ അത് ഉടനടി തന്നെ അല്ലെ, ഹി ഷുഡ് ബി പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉടനടി തന്നെ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് എത്രയും പെട്ടെന്ന് എടുക്കുകയും അതുപോലെ തന്നെ എന്താണ് ഉടനടി മറ്റ് പോളിസീസ് ഒക്കെ അപ്പൊ തന്നെ രൂപകൽപ്പന ചെയ്തിട്ട് ആ ഓർഗനൈസേഷന്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും പേഴ്സണൽ മാനേജ്മെന്റിന്റെ ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പേഴ്സണൽ മാനേജർക്കുള്ളത് പറഞ്ഞേ. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്? പേഴ്സണൽ മാനേജ്മെന്റില് സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ, ഓർഗനൈസേഷനിലെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും അദ്ദേഹം. എഫക്റ്റീവ് അഡ്വൈസർ ആയിരിക്കും. ദെൻ എന്താണ്, ഹസോൺ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓർഗനൈസർ ആയിട്ടായിരിക്കും അദ്ദേഹം പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ്, ഹി ഷുഡ് ബി റിയൽ എക്സ്പെർട്ടൈസ് ഇൻ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. യെസ്, അദ്ദേഹം എന്താണ്, നോളജ് ഓഫ് റെലവന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള അറിവുണ്ടായിരിക്കും. ദെൻ ട്രസ്റ്റ് അമംഗ് കൊളീഗ്സ്, നോളജ് ഓഫ് റെലവന്റ് ലോസ്. Then behavioral science, knowledge of behavioral science, study of human behavior. Then capable of leadership, capable of creative thinking. Then should have knowledge in problem solving techniques. Then problem solving technique. Then capable of leadership, the creative person. പിന്നെ എങ്ങനെയാണ്, ഫ്രണ്ട്ലി ആൻഡ് ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ ആയിരിക്കും. ഫ്രണ്ട്ലി ആൻഡ് ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ.
cooperate with the subordinate in times of difficulty. Difficult times ലെ subordinate കൂടെ cooperate ചെയ്യുന്നു. Then decision making ability, initiative and decision making ability. Generate trust among his colleagues. Generate trust among his colleagues. Then he should prompt enough to give them feedback in their handling of personal matters. For interest of functioning of organization and establish the personal policies of the organization. ഏതെങ്കിലും തരത്തിലുള്ള പോളിസീസിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ മാറ്റേഴ്സിൽ ഫീഡ്ബാക്കുകൾ ആവശ്യമെങ്കിൽ അദ്ദേഹം ആ പോളിസീസ് ഒക്കെ ഉടനടി തന്നെ പോളിസീസ് ഒക്കെ എല്ലാം തന്നെ പുതിയതായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്യുകയും ഉടനടി തന്നെ അതിന്റെ പ്രശ്നപരിഹാരവും നടത്തുന്നതും അദ്ദേഹം തന്നെയാണ്. പേഴ്സണൽ മാനേജർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ ഈ എംപ്ലോയീസിന് മറ്റ് സബോർഡിനേറ്റ്സ് മറ്റ് എംപ്ലോയീസിൽ നിന്നും ഫീഡ്ബാക്കുകൾ അദ്ദേഹം സ്വീകരിക്കുകയും അതിന് ഉടനടി തന്നെ എന്താണ് പോളിസീസ് രൂപം കൊടുക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ ക്വാളിറ്റീസിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ ക്ലിയർ ആണോ? യെസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത് അല്ലെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ റോൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റോൾസ് ആണ് അദ്ദേഹം ഒരു ഓർഗനൈസേഷനിൽ വഹിക്കുന്നത്, എന്തൊക്കെ റോൾസ് ആണ് അദ്ദേഹം ഒരു ഓർഗനൈസേഷനിൽ വഹിക്കുന്നത്? പ്രധാനമായും 4 റോൾസുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ് ആൻഡ് ലീഗൽ റോള്. റോൾ ഓഫ് പേഴ്സണൽ മാനേജർ പ്രധാനമായും 4 റോൾസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോള്. ഓക്കെ, 4 റോൾസുകളാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, പേഴ്സണൽ റോൾ എന്താണ്? അഡ്വൈസിങ് മാനേജ്മെന്റ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ അല്ലെ, അദ്ദേഹം ഒരു അഡ്വൈസർ ആണെന്ന് പറഞ്ഞല്ലേ. എന്തിനു വേണ്ടിയിട്ട്? ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. നല്ല രീതിയിൽ ഇഫക്റ്റീവ് യൂസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസിങ് നൽകുന്നത് ആരാണ്? പേഴ്സണൽ മാനേജറാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ ഉൾപ്പെടുന്നതാണ് അത്. അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഇങ്ങനെ താഴേക്കാണ് ഇത്, നേരെയല്ല, ഇങ്ങനെ താഴേക്കാണ്. ABCD ഇങ്ങനെ കണ്ടോ? സെക്കൻഡ് റോൾ എന്താണ്? മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. മാൻ പവർ പ്ലാൻ ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും സെലക്ഷൻ പ്രോസസ് ഒക്കെ നടത്തുന്നതും പേഴ്സണൽ റോളാണ് അല്ലെ. പേഴ്സണൽ മാനേജറുടെ റോളിൽ ഉൾപ്പെടുന്നവയാണ് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എക്സെട്ര. ഓക്കെ, then training and development of linemen. Training and development of linemen. ലൈൻമെൻ എന്ന് പറഞ്ഞ എംപ്ലോയീസ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാ സ്റ്റാഫുകളും, എല്ലാ എംപ്ലോയീസിനെയാണ് ലൈൻമെൻ എന്ന് പറയുന്നത് കേട്ടോ, എല്ലാ ആളുകളെ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, എല്ലാ ആളുകൾക്കും തന്നെ പ്രത്യേക ട്രെയിനിങ് ഒക്കെ നൽകുന്നത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളിൽ ഉൾപ്പെടുന്നതാണ്. Then measurement of assessment of individual and group behavior. Measurement of assessment of individual and group behavior അല്ലെ. ഇൻഡിവിജ്വൽസിന്റെയും ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ ഒക്കെ എന്താണ് ബിഹേവിയർ അസസ് ചെയ്യുന്നത്, വിലയിരുത്തുന്ന ഡ്യൂട്ടിയും ആരുടേതാണ്? പേഴ്സണൽ മാനേജറുടേതാണ്.
എന്തൊക്കെയാണ് പേഴ്സണൽ റോൾ ഉൾപ്പെടുന്നത്? advising management of effective use of human resources. അല്ലെ, ഹ്യൂമൻ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ റോള് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? പേഴ്സണൽ റോളിൽ ഉൾപ്പെടുന്നതാണ് പേഴ്സണൽ മാനേജറുടെ. നെക്സ്റ്റ് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഇത്തരം കാര്യങ്ങളാണ് PM അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിൽ ചെയ്യുന്നത്. ഓക്കെ ആണ്, പേഴ്സണൽ റോള് ക്ലിയർ ആണോ? ഇനി വെൽഫെയർ റോളില് എന്തെല്ലാം ഉൾപ്പെടുന്നു? വെൽഫെയർ റോളില് എന്തൊക്കെ ഉൾപ്പെടുന്നു? Research in personal and organizational problems. Research in personal and organization problems. അല്ലെ, ഓർഗനൈസേഷൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള റിസർച്ച് ഒക്കെ നടത്തുന്ന റോള് പേഴ്സണൽ മാനേജർ ആണ് ചെയ്യുന്നത്. ഓക്കെ, then managing services, canteens, crunches, etc. എന്താണ് മാനേജിങ് സർവീസസ്? അതർ സർവീസസ് ഉണ്ടാവുമല്ലോ ഒരു ഓർഗനൈസേഷന്, മറ്റ് സർവീസസ് ഉണ്ടായിരിക്കാം. അതായത് ക്യാൻറ്റീൻസില് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നൽകുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അതുപോലെ ക്രഞ്ചസ് എന്താണ്, ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ കുട്ടികളെയൊക്കെ ആക്കുന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡേ കെയർ പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള സർവീസസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? പേഴ്സണൽ മാനേജറിലെ വെൽഫെയർ റോളില് ഉൾപ്പെടുന്നവയാണ്. അല്ലെ, ക്ഷേമാന്വേഷണങ്ങൾ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് ഡൈനാമിക്സ്. എന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്? ഗ്രൂപ്പ് കൗൺസിലിംഗ്. അല്ലെ, അടുത്ത എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഇത്തരം കാര്യങ്ങൾ. അല്ലെ, ഗ്രൂപ്പ് ഡൈനാമിക്സിൽ ഇത്തരം കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷന്റെ കൂടുതൽ മെച്ചത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെ, എംപ്ലോയീസിന്റെ ഇടയിലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവർക്ക് വേണ്ട മോട്ടിവേഷൻസും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൊടുത്തിട്ട് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനായിട്ട് റോള് നൽകിയിരിക്കുന്ന ആയിരിക്കാണ്? പേഴ്സണൽ മാനേജർ ആണ് അത്തരത്തിലുള്ള റോള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? റിസർച്ചിങ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ്. ഓർഗനൈസേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള റിസർച്ച് നടത്തുന്നു. മാനേജിംഗ് സർവീസസ്, ക്യാൻറ്റീൻസ് ആൻഡ് ക്രഞ്ചസ്. ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, എക്സെട്ര. അത്തരം കാര്യങ്ങൾ വെൽഫെയർ റോളിൽ ഉൾപ്പെടുന്നതാണ്. ക്ലറിക്കൽ റോൾ. ക്ലറിക്കൽ റോൾ എന്തെല്ലാം ഉൾപ്പെടുന്നു? ടൈം കീപ്പിംഗ്. എന്താണ് ടൈം കീപ്പിംഗ്? ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടായിരിക്കും അല്ലെ, എൻട്രാൻ ആൻഡ് എക്സിറ്റിന് ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടായിരിക്കും. പഞ്ച് ചെയ്യുന്ന ടൈം ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ, അതൊക്കെ കീപ്പ് ചെയ്യുന്നത് ആരാണ്? അത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുന്നതാണ്. ടൈം കീപ്പിംഗ്, കൃത്യമായ ടൈമില് എംപ്ലോയീസ് എത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. സാലറി, വേജസ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്. എന്താണ് സാലറി ആൻഡ് വേജസ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ് അല്ലെ, മറ്റ് ആനുകൂല്യങ്ങളൊക്കെ, അതുപോലെ സാലറി, അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ, ഇൻസെന്റീവ്സ് ഒക്കെ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ക്ലറിക്കൽ റോളിൽ ഉൾപ്പെടുന്നതാണ്. മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. എല്ലാത്തരം റെക്കോർഡ്സുകൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത് ആരാണ്? പേഴ്സണൽ മാനേജർ ആണ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പിന്റെ ഒക്കെ അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് പേഴ്സണൽ മാനേജറുടെ ക്ലറിക്കൽ റോളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ടൈം കീപ്പിംഗ്, സാലറി ആൻഡ് വേജ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻസെന്റീവ്സ്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്.
Okay. Then firefighting legal role. Firefighting legal role. Grievance handling. Grievance handling എന്താണ്? പരാതികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ മാനേജർ ആണ്. പരാതികള് കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ മാനേജർ ആണ്. ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. ഓർഗനൈസേഷനിലെ എല്ലാ പ്രശ്ന പരിഹാരങ്ങളും നടത്തപ്പെടുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നത് ആരാണ്? പരാതികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, കംപ്ലൈന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പേഴ്സണൽ മാനേജർ ആണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടസ് അല്ലെ, വിവിധ തരത്തിലുള്ള തർക്കങ്ങൾ അല്ലെ, വിവിധ തരത്തിലുള്ള തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നു. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. Then handling disciplinary actions. Handling disciplinary actions എന്താണ്? ഓർഗനൈസേഷന്റെ അച്ചടക്ക നടപടികൾ അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്, അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുന്നത് PM ആണ്. Then collective bargaining. Collective bargaining എന്താണ്? കൂട്ടായ വിലപേശൽ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താണ്? വിലപേശൽ സംവിധാനം ഉണ്ടായിരിക്കും അല്ലെ, വിലപേശൽ ഉണ്ടായിരിക്കാം. അപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ഫയർ ഫൈറ്റിംഗ് ലോയിലെ ലീഗൽ റോളിലെ ഒരു റോളാണ് പേഴ്സണൽ മാനേജറിന്റെ. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളിലെ ഒരു റോളാണ് എന്ത്? കളക്റ്റീവ് ബാർഗൈനിങ് അഥവാ കൂട്ടായ വിലപേശൽ. എന്തൊക്കെയാണ്? ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്, പരാതികൾ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടസ്, വിവിധ തരത്തിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം അല്ലെ, തർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നത്. കോമ്പൻസേഷൻസ് ഒക്കെ, ചിലപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും, അപ്പൊ അതിനൊക്കെ കോമ്പൻസേഷൻസ്, നഷ്ടപരിഹാരങ്ങളൊക്കെ നൽകുന്നു. Then handling disciplinary actions, ഏതെങ്കിലും തരത്തിലുള്ള അമോശമായ പ്രവൃത്തികളോ അല്ലെങ്കിൽ അച്ചടക്ക നടപടികളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നത് പേഴ്സണൽ മാനേജർ ആണ്. കളക്റ്റീവ് ബാർഗനിങ്, കൂട്ടായ വിലപേശൽ സംവിധാനം. കൂട്ടായ വിലപേശുന്നത് ആരാണ്? പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് പേഴ്സണൽ മാനേജർ റോൾ? എന്തൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ? ഏതൊക്കെ റോൾസ് ആണ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്? 4 റോൾസുകളാണ് അല്ലെ. ഏതൊക്കെ റോളുകളാണ്? പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ എടുക്കുന്ന എല്ലാ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഇടാറില്ലേ? പേഴ്സണൽ റോൾ എന്തൊക്കെയാണ് വരുന്നത്? പേഴ്സണൽ റോളില് അഡ്വൈസറി, manpower planning, recruitment section, etc. Then പിന്നെ training and development. Training and development. Then measurement of assessment of individual and group behavior. Assessment of individual and group behavior. Then welfare role എന്തെല്ലാം ഉൾപ്പെടുന്നു? വെൽഫെയർ റോള് researching personal and organizational problems. Researching personal and organizational problems. Managing services, canteens, crunches, etc. Then group dynamics. Group dynamics എന്തെല്ലാം ഉൾപ്പെടുന്നു? Group counseling, motivation, leadership, communication, etc.
Okay. Then clerical role എന്നെല്ലാമാണ് ഉൾപ്പെടുന്നത്. Clerical, timekeeping, salary, wages and incentives, maintenance of records, human engineering, man-machine relationship. Okay. Then next role, firefighting legal role. ഇതൊക്കെയാണ് grievance handling, settlement of disputes, handling disciplinary actions, collective bargaining. Okay. Clear ആണോ? The role of personal manager clear ആണോ എല്ലാവർക്കും? Okay. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. താങ്ക് യു.